നമസ്കാരം. പ്രധാന വാർത്തകൾ. നഗരത്തെ ഭീതിയിലാഴ്ത്തി കഴിഞ്ഞ 6 മാസത്തിനിടെ നടന്ന രണ്ടാമത്തെ ക്രൂരമായ കൊലപാതകത്തിലും പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകളില്ലാതെ പോലീസ്. എടാ നിന്റെ അച്ഛപ്പം എന്താ ചെയ്യണേ? മതിയായില്ലടാ നിനക്ക്. നിനക്കെന്തെങ്കിലും വേണം? ഇന്നലെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ സാറും കണ്ടതല്ലേ? ഇന്നലത്തെ വിചാരണയിൽ സാറിന് വിശ്വാസം ഉണ്ടാവും? സാറേ, മാഡത്തിൻ്റെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? മാഡത്തിന്റെ പ്ലാൻ നമുക്കറിയില്ല, പക്ഷെ കാഷ്വലായിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. മാഡം എന്തോ നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. നീ ഇപ്പോൾ മാഡത്തിനെ വിളിക്കും. സാർ എന്താ അർജൻറ്റായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഞാൻ ശിവയുടെ കേസ് ഫയൽ ചെക്ക് ചെയ്തപ്പോൾ മാഡത്തിൻ്റെ നമ്പർ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും മാഡത്തിന് എങ്ങനെ ശിവനെ പരിചയം? കേസിൻ്റെ ആവശ്യത്തിന് അവനെ മീറ്റ് ചെയ്തപ്പോഴാണ് അവൻ കുറേ പരാതികൾ എന്നോട് പറഞ്ഞത്. സം സോർട്ട് ഓഫ് മിസ്സിങ് ടൈംസ്. അതായത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവൻ്റെ തന്നെ പേഴ്സണായിട്ടുള്ള കാര്യങ്ങൾ അവൻ അറിയാതിരിക്കുക, ആൻഡ് ബോഡിയിൽ നിന്ന് എവിടെ നിന്ന് പോലും അറിയാത്ത കുറേ മുറിവുകൾ ഉണ്ടാവുക. ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അവന് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ ആണെന്ന്. ഡോക്ടർ പറഞ്ഞത് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പണ്ട് ഇതിനെ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയാറ്. ഒരാളിൽ തന്നെ ഒന്നോ അതിലധികമോ വ്യക്തിത്വങ്ങൾ അഥവാ ഓൾട്ടറുകൾ ഉണ്ടാവുകയും ആൻഡ് ഈ ഓൾട്ടറുകൾ ഇയാളുടെ സ്വഭാവത്തെ മാറി മാറി ബാധിക്കുകയും ചെയ്യുന്നു. ഇതാണിതിൻ്റെ ചുരുക്കം. ആൻഡ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പ്രോപ്പറായിട്ട് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ ചെയ്യണേ, എങ്ങനെയാണ് സംസാരിക്കണേ ഒന്നും വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൻ സ്വബോധത്തോടെയാണോ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യണേ? ആക്ച്വലി ഞങ്ങൾ അവൻ്റെ കേസ് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ചൈൽഡ്ഹുഡിലുണ്ടായ കുറേ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതായത് അവൻ്റെ രണ്ടാനച്ചിൽ നിന്ന് കിട്ടിയതും പിന്നെ അവൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയ ഭയങ്കരമായ പീഡനങ്ങളുടെ കഥ അവനുണ്ട്. ആൻഡ് ഓൾസോ ഈ പീഡനങ്ങളൊന്നും ഏറ്റുവാങ്ങാനുള്ള ഏജോ പക്വതയോ ഒന്നും അവന് അതിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ വിചിത്രമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രൊട്ടക്ടറില്ലേ, അത് ചിലപ്പോൾ ഈ പേഴ്സണാലിറ്റി ആയിരിക്കാം. കാരണം ഇവൻ്റെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിൽ നിന്ന് ഇവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു തരം മാസ്കിൻ പോലെ. പിന്നെ സർ, മെനി പീപ്പിൾ ഡോണ്ട് നോ വെൻ എ ന്യൂ ഐഡൻറ്റിറ്റി ടേക്സ് ഓഫ്. അവർക്കറിയില്ല, സത്യമായിട്ടും അവനും ഒട്ടും അവെയർ ആയിരിക്കില്ല വെൻ എ ന്യൂ ഐഡൻറ്റിറ്റി ഈസ് ടേക്കിംഗ് ഓൺ. ആൻഡ് ഓൾസോ അവൻ ഒരു ഇരയാണ്.
അവൻ്റെ തന്നെ മനസ്സിൻ്റെ ഇര. ഇതായിരുന്നു വേണ്ടത്. അത് മതി. അല്ലെങ്കിലും പക വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് ഉറക്കെ കരഞ്ഞാൽ ആരും എന്തും വിശ്വസിക്കും. അപ്പോൾ ഈ ലോകത്ത് ജീവിക്കാൻ രണ്ട് ഐഡന്റിറ്റി വേണ്ടെന്ന് ആർക്കറിയാത്തത്?